അങ്ങനെ ഞാനൊരു ദിവസം സ്കൂളിലേക്ക് ഒരു ആവശ്യത്തിന് പോയപ്പോൾ എൻ്റെ മാത്തമാറ്റിക്സ് ടീച്ചറെ ഞാൻ കണ്ടു 10th സ്റ്റാൻഡേർഡിൽ. അപ്പോൾ എന്താണ് ഇപ്പോൾ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, വീട്ടിൽ വെറുതെ ഇരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ മാത്സ് ടീച്ചറാണ് പറഞ്ഞത്, നിനക്ക് മാത്സും സയൻസും ഇഷ്ടമുള്ള ആളല്ലേ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു എൻട്രൻസ് കോച്ചിങ് സെന്ററിൽ ജോയിൻ ചെയ്തോ, ഭാവിയിൽ ഇതുപോലത്തെ എക്സാംസ് ഒക്കെ എഴുതാം എന്ന് കുറച്ച് നേരം പറഞ്ഞു തന്നതാണ്. ആൻഡ് ഈ സെന്റർ എന്ന് പറയുന്നത് നിയർലി ഒരു 30 കിലോമീറ്റർ ദൂരെയാണ് വീട്ടിൽ നിന്ന്. സോ അത്രയും രാവിലെ എഴുന്നേറ്റ് സൺഡേ ക്ലാസ് കഴിഞ്ഞ് തിരിച്ച് വരണം. ആൻഡ് മൺഡേ ടു സാറ്റർഡേ എന്താണ് ബാക്കി ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. IIT JEE എക്സാം ഞാൻ എഴുതാൻ പോകുന്നത് ആക്ച്വലി നമ്മുടെ NIT കാലിക്കറ്റിലാണ്. ആ ക്യാമ്പസിലാണ് എൻ്റെ എക്സാം സെന്റർ കിട്ടിയത്. ആ എക്സാം എഴുതാൻ വേണ്ടി ആ ക്യാമ്പസിൽ പോകുമ്പം കാണുന്നൊരു കാഴ്ച ശരിക്കും ഭയങ്കര ഐ ഓപ്പണർ ആയിരുന്നു. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിശാലമായിട്ടുള്ള ഒരു ക്യാമ്പസ് ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞു. JEE അഡ്വാൻസ്ഡ് എക്സാം ആണ്. അന്നത്തെ IIT JEE എന്ന് പറയുന്നത് ടഫ് എക്സാം ആണ്. ആ എക്സാം എഴുതി ആ എക്സാമിൽ എൻ്റെ ധാരണ പ്രകാരം എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സബ്ജക്റ്റും സ്ട്രോങ് സബ്ജക്റ്റും മാത്തമാറ്റിക്സ് ആയിരുന്നു. പക്ഷേ ആ എക്സാമിൽ മാത്തമാറ്റിക്സിൽ ഒരു മിനിമം കട്ട് ഓഫ് പോലും ക്വാളിഫൈ ചെയ്യാൻ പറ്റാതെ റാങ്ക് ലിസ്റ്റിൽ പോലും ഇടം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. IIT JEE എക്സാം എഴുതി, AEEE എഴുതി, അതുപോലെ തന്നെ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം എഴുതി, പിന്നെ മേ ബി ബിറ്റ്സാറ്റിൻ്റെ എക്സാം എഴുതിയിട്ടുണ്ട്. അങ്ങനെ 4 എക്സാമാണ് ആകെ എഴുതിയത്. അപ്പോൾ എല്ലാത്തിലും തന്നെ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസിലൊക്കെ സ്റ്റേറ്റിൽ 36ാം റാങ്കും നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഹലോ, ഇന്നൊരു സ്പെഷ്യൽ സ്റ്റോറിയാണ് ഷെയർ ചെയ്യാനുള്ളത്. പല വീഡിയോസിൽ മുൻപ് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിലും കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആയിട്ട്, കുറച്ചുകൂടെ ലെങ്തി ആയിട്ട് നമ്മുടെ JEE ആസ്പിറൻസിനോട് ഞാൻ പറയണമെന്ന് കുറച്ച് ദിവസമായിട്ട് ആഗ്രഹിക്കുന്നതാണ്. എൻ്റെ JEE സ്റ്റോറി, എങ്ങനെയാണ് ഞാൻ IIT എത്തിയത്, അതിന് വേണ്ടിയുള്ള ഒരു ജേണി എങ്ങനെയായിരുന്നു, പഠിച്ചത് എങ്ങനെയാണ്, ഈ കാര്യങ്ങൾ മുഴുവനാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ JEE എഴുതിയിട്ട് നിയർലി ഇപ്പോൾ 15 വർഷം കഴിഞ്ഞു. അപ്പോൾ 15 വർഷത്തിനിടയിൽ നമ്മുടെയൊക്കെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ, അല്ലെ ഒരു ജനറേഷൻ തന്നെ കഴിഞ്ഞു പോയി എന്ന് പറയാം. അതുകൊണ്ട് അന്നത്തെ ഒരു സ്റ്റുഡൻറ്റ് എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുന്ന പല കാര്യങ്ങളിൽ നിന്നും ഒരുപാട് ഡിഫറൻ്റ് ആണ് ഇന്നത്തെ സ്റ്റുഡൻസിൻ്റെ ലൈഫ് സ്റ്റൈലും ലേണിംഗ് ഹാബിറ്റ്സും ഒക്കെ എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. എന്നാലും JEE പോലുള്ളൊരു കോമ്പറ്റേറ്റീവ് എക്സാംസ് ക്രാക്ക് ചെയ്യാൻ വേണ്ട ബേസിക്സ്, ഫണ്ടമെൻറ്റൽസ് അന്നും ഇന്നും ആക്ച്വലി സെയിം തന്നെയാണ്. അപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത് നിങ്ങളുടെ ജേണിയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനിയിപ്പം 2026-ലും 2027-ലും ഒക്കെ ഫ്യൂച്ചറിലൊക്കെ JEE എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് ഈ ഒരു സ്റ്റോറി ഏതെങ്കിലും രൂപത്തിൽ ഹെൽപ്ഫുൾ ആകുന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ പറയുന്നത്. സോ ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് എല്ലാ കുട്ടികളെയും പോലെ തന്നെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. സ്കൂളിലെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 15 years ago ഇത്രയധികം അവയർനെസ്സും യൂട്യൂബിൽ ഇത്രയധികം ഫ്രീ റിസോഴ്സസ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈവൻ 10th കഴിയാറാകുമ്പോൾ പോലും ഏതൊക്കെയാണ് ഇന്ത്യയിലെ ബെസ്റ്റ് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എന്നറിയില്ല. അതിലേക്കുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണയില്ല. അതുപോലെ തന്നെ എങ്ങനെ നോക്കിയാൽ നമ്മൾ കരിയറിനെ കുറിച്ചുള്ള അവയർനെസ് ഇല്ല. അപ്പോൾ ആ രൂപത്തിലൊക്കെ നമ്മൾ 10ാം ക്ലാസ് വരെ പോകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് അന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ പഠനത്തിൻ്റെ കാര്യത്തിൽ അന്ന് ആക്ച്വലി ലേണിംഗ് എന്ന് പറയുന്നത് എനിക്ക് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമായിരുന്നു. എസ്പെഷ്യലി സയൻസും മാത്തമാറ്റിക്സ് ഒക്കെ ഇഷ്ടമുള്ള സബ്ജക്റ്റുകൾ തന്നെയായിരുന്നു. ആൻഡ് 10th കഴിഞ്ഞോട് കൂടിയിട്ട് എൻ്റെയൊക്കെ ക്ലാസ്മേറ്റ്സ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ എൻട്രൻസ് കോച്ചിങ് സെൻറ്റേഴ്സിലേക്ക് 2 വർഷത്തെ ഹോസ്റ്റലിൽ താമസിച്ചുകൊണ്ടുള്ള പഠനത്തിന് വേണ്ടി പോകുന്നു. അത് കാണുമ്പോഴാണ് ആക്ച്വലി ഞാൻ റിയലൈസ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു പ്രോസസ്സ് 10th കഴിഞ്ഞാൽ നടക്കുന്നുണ്ട് എന്നുള്ളത്. അതുവരെ കാര്യമായിട്ടൊരു ധാരണയില്ല. അണ്ടർസ്റ്റുഡ്. അങ്ങനെ ഇവിടെ എത്തി, അവരൊക്കെ എല്ലാം പോകുന്നത് കണ്ടു. പക്ഷെ അപ്പോഴും എനിക്ക് വീട്ടിൽ നിന്ന് 2 വർഷം മറ്റൊരു സ്ഥലത്ത് പോയിട്ട് ഹോസ്റ്റലിലൊക്കെ നിന്ന് താമസിക്കാൻ തീരെ താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് ആ പ്രോഗ്രാമിന് ഞാൻ ഇല്ലാന്ന് തീരുമാനിച്ചു. അങ്ങനെ പിന്നെ ഒരുപാട് ദിവസങ്ങൾ അങ്ങനെ കടന്നു പോവുകയാണ്. അങ്ങനെ ഞാനൊരു ദിവസം സ്കൂളിലേക്ക് ഒരു ആവശ്യത്തിന് പോയപ്പം എൻ്റെ മാത്തമാറ്റിക്സ് ടീച്ചറെ ഞാൻ കണ്ടു 10th സ്റ്റാൻഡേർഡിൽ. അപ്പോൾ എന്താണ് ഇപ്പോൾ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പം പ്രത്യേകിച്ചൊന്നുമില്ല, വീട്ടിൽ വെറുതെ ഇരിക്കുകയാണെന്ന് പറഞ്ഞപ്പം മാത്സ് ടീച്ചറാണ് പറഞ്ഞത്, നിനക്ക് മാത്സും സയൻസും ഇഷ്ടമുള്ള ആളല്ലേ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിൽ ജോയിൻ ചെയ്തോ, ഭാവിയിൽ ഇതുപോലത്തെ എക്സാംസ് ഒക്കെ എഴുതാം എന്ന് കുറച്ച് നേരം പറഞ്ഞു തന്നതാണ്. അപ്പോൾ അവരുടെ അഡ്വൈസ് എടുത്തുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു സ്ഥാപനത്തിൽ ജോയിൻ ചെയ്തു. ആ സമയത്ത് തന്നെ എൻ്റെ ബാക്കിയുള്ള ഫ്രണ്ട്സൊക്കെ ഈ പറയുന്ന പോലെ ഡിഫറൻറ്റ് സ്ഥലങ്ങളിൽ ഹോസ്റ്റലിലൊക്കെ പഠിക്കാൻ പോയ സമയത്ത് അപ്പോൾ എനിക്കും തോന്നി ഇനിയിപ്പോൾ അങ്ങനെ തന്നെ പോയാലാണോ ഇതൊക്കെ വിജയിക്കാൻ പറ്റുക, എങ്ങനെയാണ് ഇതിൻ്റെ ജേണിന്നോ ഈ എക്സാമിൻ്റെ പാറ്റേൺ എന്താണെന്നോ എത്ര ആളുകൾ എഴുതുന്നുണ്ട്, കോമ്പറ്റീഷൻ എന്താണെന്നോ ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഞാൻ അവസാനം വിചാരിച്ചു ഈ ഒരു റെഗുലറായിട്ട് ഇപ്പോൾ ജോയിൻ ചെയ്ത ബാച്ച് നിർത്തിയിട്ട് ഹോസ്റ്റലിൽ പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ അപ്പോഴത്തേക്കും സീറ്റുകളൊക്കെ ഫില്ലായി. തിരിച്ചെന്ത് ചെയ്തു, ഈ പറയുന്ന പോലെ റെഗുലറായിട്ടുള്ള ഹോളിഡേ ബാച്ചിൽ ജോയിൻ ചെയ്തു. അപ്പോൾ ഞാൻ സ്കൂള് പാരലലി നടക്കുന്നുണ്ട്, +1. അതിൻ്റെ കൂടെ സാറ്റർഡേ സൺഡേസിലൊക്കെയാണ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക. ആൻഡ് ഈ സെൻറ്റർ എന്ന് പറയുന്നത് നിയർലി ഒരു 30 കിലോമീറ്റർ ദൂരെയാണ് വീട്ടിൽ നിന്ന്. സോ അത്രയും രാവിലെ എഴുന്നേറ്റ് സൺഡേ ക്ലാസ് കഴിഞ്ഞ് തിരിച്ച് വരണം. ആൻഡ് മൺഡേ ടു സാറ്റർഡേ എന്താണ് ബാക്കി ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ പഠിപ്പിക്കുന്ന പുതിയതായിട്ട് +1ലേക്ക് എൻ്റർ ചെയ്ത കുട്ടികൾക്കറിയാം 10th വരെ പഠിച്ചതൊന്നുമില്ല. 10th-നേക്കാളൊക്കെ ഒരു 10 times ഇരട്ടിയുള്ള സബ്ജക്റ്റുകളും കോൺസെപ്റ്റുകളുമാണ് നമുക്ക് ഫിസിക്സും കെമിസ്ട്രിയിലും മാത്സിലും ഒക്കെ പഠിക്കാനുള്ളത്. അപ്പോൾ ഈ സബ്ജക്റ്റുകളിൽ പലതും എനിക്ക് ഇഷ്ടപ്പെട്ടു. മുഴുവനായിട്ട് ബുദ്ധിമുട്ടായിട്ടും തോന്നിയില്ല. മാത്സിലും ഫിസിക്സിലൊക്കെ ഒരുപാടെണ്ണം ഇഷ്ടപ്പെട്ടു, ചിലതൊന്നും മനസ്സിലായില്ല. കെമിസ്ട്രിയിലാണെന്നുണ്ടെങ്കിൽ കുറച്ചെണ്ണം മാത്രമേ കാര്യമായിട്ട് ക്ലിക്കായുള്ളൂ, ബാക്കിയൊന്നും മനസ്സിലായില്ല. അങ്ങനെ ഒരു മീഡിയം ലെവൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കൂടെ സ്കൂളും അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന അത്രയും എന്തില്ല എക്സ്പോഷർ ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനെ കുറിച്ചും അതിൻ്റെ റിസൾട്ടുകളെ കുറിച്ചും ആർക്കും ഇല്ല. ബിക്കോസ് ഇതിൻ്റെ ഒരു കോമ്പറ്റീഷൻ എന്താ, ഇത് കഴിഞ്ഞ ആളുകളുടെ ഹിസ്റ്ററി എന്താണ്, അവരുടെ ഒരു ജേണി എന്താ, ഇതൊന്നും കാണാനുള്ള ഓപ്പർച്യൂണിറ്റി അന്നില്ല. നമുക്ക് വളരെ റെയർ ആയിട്ട് എവിടെയെങ്കിലുമൊക്കെയാണ് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ആസ്പിറൻറ്റിനെ കാണുന്നതും അവരുടെ ജേണിക്ക് മനസ്സിലാക്കുന്നതൊക്കെ ഫേസ് ടു ഫേസ് മാത്രമാണ്. ദർ വർ നോ ഓൺലൈൻ റിസോഴ്സസ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് +1 അങ്ങനെ കംപ്ലീറ്റ് ആകുന്നു.
വീണ്ടും +2 സ്റ്റാർട്ട് ചെയ്തു. ഇതുപോലെ തന്നെയാണ് പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാത്സിലടക്കം കുറച്ച് ചാപ്റ്റേഴ്സ് അറിയില്ല, ഫിസിക്സിൽ പല ചാപ്റ്റേഴ്സും റൊട്ടേഷൻ അറിയില്ല, ലോസ് ഓഫ് മോഷൻ അറിയില്ല, പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് കാര്യമായിട്ട് ഐഡിയ ഇല്ല, എൻട്രൻസ് ലെവലിൽ ഒരു ഐഡിയ ഇല്ല. അങ്ങനെ +2ലേക്ക് എത്തിയപ്പോഴും പല ചാപ്റ്റർ അറിയാം, പല ചാപ്റ്റർ അറിയില്ല. കെമിസ്ട്രിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓർഗാനിക് കെമിസ്ട്രി ഒന്നും ഒട്ടും അറിയില്ല. ആ രൂപത്തിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ +2ൻ്റെ എൻഡ് ആയപ്പം നമ്മുടെ എൻട്രൻസ് എക്സാമിനേഷൻസ് ഒക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ടും ഇന്നത്തെ നമ്മുടെ JEE മെയിൻ, JEE അഡ്വാൻസ്ഡ് 2 എക്സാമുകളാണുള്ളത്. അതിൽ JEE മെയിൻ എഴുതിയ ആളുകൾക്ക് മാത്രമേ, ക്വാളിഫൈ ചെയ്ത ടോപ്പ് 2.5 ലാക്ക് സ്റ്റുഡൻസിന് മാത്രമേ അഡ്വാൻസ്ഡ് എക്സാം എഴുതാൻ കഴിയുള്ളൂ. രണ്ടും കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു എക്സാമാണ്. പക്ഷേ അന്ന് രണ്ടും ഇൻഡിപെൻഡൻറ്റ് എക്സാംസ് ആയിരുന്നു. അതായത് ആദ്യം നമ്മൾ JEE മെയിനിന് പകരം അന്ന് AIEEE ആണ് ഉണ്ടായിരുന്നത്, ഓൾ ഇന്ത്യ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം. പിന്നെ JEE അഡ്വാൻസ്ഡ് എക്സാമിന് പകരം അന്ന് IIT JEE ആണ്. ഇത് രണ്ടും ഇൻഡിപെൻഡൻറ്റ് എക്സാം ആയതുകൊണ്ട് എല്ലാവർക്കും ഇത് രജിസ്റ്റർ ചെയ്യാം. സോ ഞാനും ഇത് രണ്ടും രജിസ്റ്റർ ചെയ്തു. പിന്നെ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 3 പരീക്ഷയാണ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ എഴുതിയതാണ് എൻ്റെ ഒരു ഓർമ്മ. അതിൽ ആദ്യം എഴുതിയത് ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ IIT JEE എക്സാം ഞാൻ എഴുതാൻ പോകുന്നത് ആക്ച്വലി നമ്മുടെ NIT കാലിക്കറ്റിലാണ്. ആ ക്യാമ്പസിലാണ് എൻ്റെ എക്സാം സെൻറ്റർ കിട്ടിയത്. ആ എക്സാം എഴുതാൻ വേണ്ടി ആ ക്യാമ്പസിൽ പോകുമ്പം കാണുന്നൊരു കാഴ്ച ശരിക്കും ഭയങ്കര ഐ ഓപ്പണർ ആയിരുന്നു. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിശാലമായിട്ടുള്ള ഒരു ക്യാമ്പസ് ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞു. അതുവരെ നമ്മൾ കാണുന്നത് നമ്മുടെ അടുത്തുള്ള സ്കൂളുകളും നമ്മൾ പോകുന്ന സ്കൂളും തൊട്ടടുത്തുള്ള കോളേജുകളും മാത്രമാണ് പരിചയം. ഇതൊരു 250-300 ഏക്കറിൽ അവിടെ ഇവിടെയൊക്കെ ഓരോ ബിൽഡിങ്ങുകളും കുറേ ഗ്രൗണ്ടുകളും കുറേ നല്ല കാണാൻ ഭംഗിയുള്ള കുറേ സ്ഥലങ്ങളൊക്കെ കൂടെ ആയിട്ട് ഒരു അടിപൊളി സ്ഥലം. അപ്പോൾ എൻ്റെ കൂടെ എക്സാം എഴുതാൻ വരുന്ന ആളുകൾ, അറിയുന്ന കുറച്ച് സീനിയേഴ്സ് ഒക്കെ പറഞ്ഞു, പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ സ്ഥലങ്ങളിൽ വന്ന് പഠിക്കണം എന്ന് അന്ന് ഞങ്ങൾക്കിടയിൽ ഒരു ഡിസ്കഷൻ ഉണ്ടായി. അവിടെ നിന്നാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സീരിയസ് ആയിട്ടുള്ളൊരു സ്പാർക്ക് കിട്ടുന്നത്. അങ്ങനെ അവിടുന്ന് എക്സാം എഴുതിയപ്പോൾ ഉണ്ടായ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ IIT JEE അഡ്വാൻസ്ഡ് എക്സാം കേട്ടോ. അന്നത്തെ IIT JEE എന്ന് പറയുന്നത് ടഫ് എക്സാമാണ്. ആ എക്സാമിൽ എൻ്റെ ധാരണ പ്രകാരം എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സബ്ജക്റ്റും സ്ട്രോങ് സബ്ജക്റ്റും മാത്തമാറ്റിക്സ് ആയിരുന്നു. പക്ഷേ ആ എക്സാമിൽ മാത്തമാറ്റിക്സിൽ ഒരു മിനിമം കട്ട് ഓഫ് പോലും ക്വാളിഫൈ ചെയ്യാൻ പറ്റാതെ റാങ്ക് ലിസ്റ്റിൽ പോലും ഇടം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഫിസിക്സ് കെമിസ്ട്രി കുറച്ചെന്തോ മാർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ കംപ്ലീറ്റ്ലി ഫെയിലായി JEE അഡ്വാൻസ്ഡ് എക്സാം, അന്നത്തെ IIT JEE എക്സാം. അത് കഴിഞ്ഞ് AIEEE എഴുതി. അത് പിന്നെ അത്ര ടഫല്ല, അത് പിന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അത് എഴുതി. അത് കഴിഞ്ഞ് കീം എഴുതി. അപ്പോൾ കീം ബേസ് ചെയ്തുകൊണ്ട് CETയിൽ ഏതോ ഒരു ബ്രാഞ്ചിന് നമുക്ക് അഡ്മിഷൻ കിട്ടുമായിരുന്നു, എനിക്ക് അഡ്മിഷൻ കിട്ടുമായിരുന്നു. അതുപോലെ തന്നെ AIEEE ഫസ്റ്റ് ചാൻസിലെ റിസൾട്ട് ബേസ് ചെയ്തുകൊണ്ട് NIT കാലിക്കറ്റിലും ഒരു ലോവർ ബ്രാഞ്ച് കിട്ടുമായിരുന്നു. അതായിരുന്നു അന്നത്തെ റിസൾട്ട് എന്ന് പറയുന്നത്. അതിനുശേഷം ഒരു ഡിസിഷൻ എടുക്കണം, ഈ അഡ്മിഷൻ കിട്ടിയതിന് അല്ലെങ്കിൽ കിട്ടാൻ സാധ്യതയുള്ളതിന് പോകണോ അതോ റിപ്പീറ്റ് ചെയ്യണോ എന്നുള്ളത്. അപ്പോൾ റിപ്പീറ്റ് ചെയ്യുമ്പോഴും എന്തിനാണ് റിപ്പീറ്റ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി. JEE അഡ്വാൻസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ IIT JEE എന്ന് പറയുന്ന ഒരു ടഫ് എക്സാം ഉണ്ട്. ആ എക്സാമിന് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒന്നും പോയിട്ട് കാര്യമില്ല. മാത്സ് ഫേവറേറ്റ് ആണെന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. ആ എക്സാമിന് പോയി ഡിസ്ക്വാളിഫൈഡ് ആയി തിരിച്ചു വരേണ്ടി വരും എന്നുള്ള ബോധ്യമുണ്ടായി. പിന്നെ കൂടുതൽ ബാക്കി ആ ജനറേഷൻ എൻ്റെ ക്ലാസ്മേറ്റ്സ് ആയിട്ടുള്ളവരും ഒക്കെ ആയിട്ട് സംസാരിച്ച സമയത്ത് ഇങ്ങനെ ഒരു IITകൾ എന്ന് പറയുന്ന ഒരു കോളേജുകളുണ്ട്. അതിന് JEE ആ എക്സാം, ഞാനിപ്പം ഫെയിലായ എക്സാം നല്ല റാങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ നല്ല സ്ഥാപനത്തിൽ അഡ്മിഷൻ കിട്ടുള്ളൂ. അതിന് മിക്കവാറും നമ്മുടെ കേരളത്തിലുള്ള കുട്ടികളൊക്കെ ഒരു വർഷം റിപ്പീറ്റ് ചെയ്തിട്ടാണ് പലരും അതിലേക്ക് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി പോകണം എന്ന് ഒരുപാട് ആളുകളോട് സംസാരിച്ചപ്പോൾ അങ്ങനെ തീരുമാനത്തിലെത്തി. അങ്ങനെ പോകാമെന്ന് തീരുമാനിച്ചു. എൻ്റെ തന്നെ ബാച്ചിലുണ്ടായിരുന്ന 1-2 ആളുകൾ, അറിയുന്ന പരിചയത്തിലുള്ള ആളുകൾ അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. വേറെ സ്ഥാപനങ്ങളിലൊക്കെ റിപ്പീറ്റ് ചെയ്യാൻ പോയ ആളുകളുണ്ട്. ആദ്യത്തെ അവസരത്തിൽ തന്നെ ഇപ്പോൾ എൻ്റെ ക്ലാസ്സിൽ നിന്നോ അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ നിന്നൊക്കെ IITയുടെ എക്സാമിൽ നല്ല റാങ്ക് വാങ്ങിയ ആളുകളൊക്കെ വളരെ റെയറാണ്. കുറച്ചുകൂടെ സദേൺ കേരള, ട്രിവാൻഡ്രം സൈഡിലേക്കൊക്കെ കുറച്ചുകൂടെ കുട്ടികൾ ഫസ്റ്റ് ചാൻസിലൊക്കെ കയറാറുണ്ട്. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആയി വരുന്നുണ്ട്. അങ്ങനെ ഒരു വർഷം റിപ്പീറ്റിംഗ് ബാച്ചിൽ ജോയിൻ ചെയ്തു, ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് തന്നെയായിരുന്നു ശരിക്കും ലേണിംഗ് ഹാബിറ്റിലും അതുപോലെ തന്നെ ക്ലാസ്സുകൾ എടുക്കുന്ന ടീച്ചേഴ്സിൻ്റെ കാര്യത്തിലായാലും നമ്മൾ പഠിക്കുന്ന കണ്ടന്റ് ആയാലും. ഞാനിപ്പോൾ പറഞ്ഞ പോലെ +1 +2 കൂടെ പഠിച്ചപ്പം നിയർലി ഒരു 40% ചാപ്റ്റേഴ്സും ഒരു JEE മെയിൻ ലെവലിൽ യാതൊരു നോളജും ഇല്ലായിരുന്നു. അത് മുഴുവൻ എന്ത് ചെയ്തു, ഈ പറയുന്ന 1 ഇയറിൽ പഠിച്ചെടുക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ പഠനം എന്ന് പറയുന്നത് എന്തായി തുടങ്ങി, ഒരു ഹരമായി തുടങ്ങി. അണ്ടർസ്റ്റുഡ്. എൻട്രൻസ് ക്രാക്ക് ചെയ്യുക, അതിലുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുക, പുതിയ ക്വസ്റ്റ്യൻസ് കാണുമ്പം അതിൻ്റെ മേലെ ഇരുന്ന് വർക്ക് ചെയ്യുക, കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക. അതുപോലെ ഈ കോൺസെപ്റ്റുകളെ കുറിച്ചൊക്കെ കൂടെയുള്ള നമ്മുടെ അതേപോലെ തന്നെ ഡ്രീം ചെയ്യുന്ന ആസ്പിറൻസ് ഉണ്ടായിരിക്കും, അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുക, ഇതെങ്ങനെ ചെയ്യാം, അതിങ്ങനെ ചെയ്യാം, വേറൊരു മെത്തേഡുമായിട്ട് വേറൊരു സ്റ്റുഡൻറ്റ് വരും. ഇങ്ങനെ അത്യാവശ്യം നല്ലോണം എന്ത് ചെയ്യാൻ തുടങ്ങി, വർക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വർക്കിൻ്റെ എമൗണ്ടിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല. ഞാൻ രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്ന ഒരാളല്ല, വൈകിട്ട് രാത്രി പഠിക്കുന്ന ഒരാളാണ്. സോ ഇപ്പം സാറ്റർഡേ സൺഡേ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ക്ലാസ്സുകളില്ലാത്ത ദിവസങ്ങളിൽ രാത്രി 2 മണി വരെ, 2:30 വരെയൊക്കെ, 3 മണി വരെയൊക്കെ ഇരുന്ന് പഠിക്കുന്ന സ്റ്റൈലിലേക്ക് പോയി. ഒരു ദിവസം 14, 15, 16 മണിക്കൂറോളം എന്തിലേക്ക് മാത്രമായി ചുരുങ്ങി, ഈ പഠനത്തിലേക്ക്. ക്ലാസ് അറ്റൻഡ് ചെയ്യുക പ്ലസ് പഠനം പിന്നെ എക്സാം എഴുതുക എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് ചുരുങ്ങി. അപ്പോൾ അവിടെ ഒരു സമയത്ത് പോലും എന്തില്ല, ഇത് ആരോ നമ്മളെ അടിച്ചേൽപ്പിച്ചതാണ് എന്നുള്ള ഒരു തോന്നലില്ല. കാരണം നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്തു, പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ
അത് നല്ലൊരു കോളേജിൽ പോയി പഠിക്കണം, അത് IIT-കളിൽ തന്നെ പോയി പഠിക്കണം. അങ്ങനെ റിപ്പീറ്റേഴ്സ് ബാച്ചൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പിന്നെ ഫുൾ ഡിസ്കഷൻസ് ഇതിനെക്കുറിച്ചാണ്. ഏതൊക്കെയാണ് IIT-കൾ, അതിൽ ഓരോ IIT-കളുടെ പ്രത്യേകത എന്തൊക്കെയാണ്, IIT മദ്രാസിലെ സ്വിമ്മിംഗ് പൂളിൻ്റെ സൈസ് എത്രയാണ്, ഇങ്ങനെയായി പിന്നെ പല ഡിസ്കഷൻസും. അങ്ങനെ പിന്നെ നമ്മുടെയൊക്കെ ഏറ്റവും അടുത്തുള്ള IIT ആയതുകൊണ്ട് തന്നെ ഡ്രീം എന്ന് പറയുന്നത്, നമ്മുടെ ഒരു അൾട്ടിമേറ്റ് ഡ്രീം എന്ന് പറയുന്നത് IIT മദ്രാസിൽ ഒരു അഡ്മിഷൻ നേടുക എന്നുള്ളതാണ്. ഓൾസോ പ്രീവിയസ് ഇയറിൽ അവിടെ എത്തിയ ആളുകളുടെ നമുക്ക് ഫോട്ടോസ് കാണാം, അത് പോസ്റ്ററുകളിലും ബുക്കിൻ്റെ ബാക്കിലൊക്കെ ആയിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പല പബ്ലിക്കേഷൻസ് നോർത്ത് ഇന്ത്യയിൽ നിന്ന് നമ്മൾ റിസോഴ്സസ് യൂസ് ചെയ്യും, അവിടെ ടോപ്പേഴ്സായിട്ട് വന്നിട്ടുള്ള കുട്ടികളുടെ ഫോട്ടോസ് കാണാം. ഇങ്ങനെ ഇതെല്ലാം കണ്ട് നല്ലൊരു റിസൾട്ടിലേക്ക് എത്തണം, നല്ല കോളേജിൽ എത്തണം, അത് IIT മദ്രാസിൽ തന്നെ എത്തണം എന്നൊരു ഡ്രീം സ്റ്റാർട്ട് ചെയ്തു. ആ ഡ്രീമിൻ്റെ പിന്നാലെ പിന്നെ നോൺ സ്റ്റോപ്പ് ആയിട്ട് ഡേ ആൻഡ് നൈറ്റ് വർക്ക് സ്റ്റാർട്ട് ചെയ്തു. അതിലും എഗെയിൻ ഈ പറഞ്ഞ പോലെ ഒരു പെർഫെക്റ്റ് ആയിട്ടൊന്നല്ല പോയിക്കൊണ്ടിരുന്നത്. ബട്ട് എന്താണ്, മാത്സും ഫിസിക്സും എപ്പോഴും ഒരു സ്ട്രോങ് ആയിട്ട് സബ്ജക്റ്റുകളായിട്ട് കൂടെ ഉണ്ടായിരുന്നു. കെമിസ്ട്രിയിൽ ഒരുപാട് വീക്ക്നെസ്സുകൾ അപ്പോഴും ഉണ്ടായിരുന്നു. കാരണം അത് എപ്പോഴും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പഠിച്ചിട്ടും അത് കൺവിൻസിംഗ് ആയിട്ട് മനസ്സിലാക്കാനും അതിലെ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുന്നില്ല. അറ്റ്ലീസ്റ്റ് എക്സാം പോയിന്റ് ഓഫ് വ്യൂലെങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, MCQs സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാം. അൾട്ടിമേറ്റ്ലി JEE എന്ന് പറയുന്നത് എന്താണ്, ഒരു 3 മണിക്കൂർ മുഴുവൻ MCQs സോൾവ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് എക്സാം ആണ്. അപ്പോൾ അതിൽ നല്ല മാർക്ക് വാങ്ങാനെങ്കിൽ കെമിസ്ട്രിയിലെ പല ചാപ്റ്റേഴ്സും എത്താൻ കഴിഞ്ഞില്ല. എന്നാലും ബാക്കിയുള്ള രൂപത്തിൽ അങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എക്സാമുകൾ കണ്ടിന്യൂസ്ലി നടക്കും. അപ്പോൾ അവിടെ റിപ്പീറ്റേഴ്സ് ബാച്ചിൽ നടക്കുന്ന പരീക്ഷയിൽ അങ്ങനെ ടോപ്പ് 3-ലോ ടോപ്പ് 5-ലോ ഒന്നും വരാറില്ല. പക്ഷേ ടോപ്പ് 15, ടോപ്പ് 20-ലൊക്കെ എപ്പോഴും വരാറുണ്ടായിരുന്നു. ഈവൻ സ്കൂളിലാണെങ്കിൽ പോലും ഫസ്റ്റോ സെക്കൻഡോ ചിലപ്പോൾ വരാറുണ്ട്. അല്ലെങ്കിൽ ഒരു ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടോപ്പ് 4-ലും ടോപ്പ് 5-ലൊക്കെ വരാൻ പറ്റുന്ന ഒരാൾ തന്നെയായിരുന്നു. അതുകൊണ്ട് പഠനം എന്ന് പറയുന്നത് എന്തല്ല, ഒരു ഭാരമായിട്ട് തോന്നിയിട്ടേ ഉണ്ടായിരുന്നില്ല. പക്ഷേ മാർക്ക് കുറേയും കൂടും, റാങ്ക് കുറേയും കൂടും, ഇതൊക്കെ സംഭവിക്കും. ബട്ട് അൾട്ടിമേറ്റ്ലി ഇത് സംഭവം നല്ലതാണ്. പഠിക്കുന്നത് ഒരു എൻജോയ് ചെയ്തുകൊണ്ട് പ്രോബ്ലം സോൾവിങ് എന്നുള്ളത് അൾട്ടിമേറ്റ്ലി ഒരു അഡിക്ഷൻ ആയിട്ട് മാറി. ഒരു ദിവസം എത്ര ക്വസ്റ്റ്യൻ ചെയ്യാം, പുതിയ ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് കിട്ടും, അങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ഏറ്റവും ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യാം, ഇത് ഇങ്ങനത്തെ ഒരു പഠനം തന്നെയായിരുന്നു. ഒരു 6-7 മാസം അങ്ങനെ സിലബസ് ഒക്കെ കഴിഞ്ഞു. പിന്നെ എന്ത് തുടങ്ങി, എക്സാമിനേഷൻസ് ഓരോന്നേരാനായിട്ട് വരുന്നതിൻ്റെ മുന്നേയുള്ള മോഡൽ എക്സാംസ് എഴുതാൻ തുടങ്ങി. അങ്ങനെ ഒരു 1 ഇയറോളം നോൺ സ്റ്റോപ്പ് ആയിട്ടുള്ള ഹാർഡ് വർക്ക് ആയിരുന്നു ഈ പറയുന്ന JEE എക്സാമിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പലപ്പോഴും മിസ്സായി പോകുന്ന കാര്യം, നമുക്ക് ഡ്രീം നമുക്ക് സെറ്റ് ചെയ്യാം, നമുക്ക് ഗോള് സെറ്റ് ചെയ്യാം, നമുക്ക് എല്ലാവരോടും പറയാം ഇവിടെ പഠിക്കണം എന്നാണ് എൻ്റെ സ്വപ്നം എന്നൊക്കെ പറയാം. പക്ഷെ അതിലേക്ക് എത്താനുള്ള വഴിയിലുള്ള സ്ട്രഗിൾസ് നമ്മൾ റിയലൈസ് ചെയ്തുകൊണ്ട് അതിനുവേണ്ടി കംപ്ലീറ്റ്ലി റെഡി ആയിട്ടുള്ളൊരു മൈൻഡ് സെറ്റോട് കൂടിയിട്ട് വേണം കുട്ടികൾ ഒരുങ്ങാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ 2 ദിവസത്തെ ഒരു മോട്ടിവേഷണൽ കാര്യങ്ങളെല്ലാം കേട്ട് നമ്മളെല്ലാവരും ഫുള്ളി ചാർജ്ഡ് ആണ്, ഇൻസ്പയർഡ് ആയിരിക്കും. പക്ഷേ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് അതിൽ ചില ഏരിയാസ് മനസ്സിലാവില്ല, ചില ക്വസ്റ്റ്യൻസ് ചെയ്യാൻ കിട്ടില്ല, ചിലത് സൊല്യൂഷൻ നോക്കേണ്ട അവസ്ഥയാണ്, എക്സാം എഴുതുമ്പോൾ ചിലപ്പോൾ മാർക്ക് കിട്ടില്ല. ഇങ്ങനത്തെ ഒരുപാട് സ്ട്രഗിൾസ് അല്ലെങ്കിൽ എന്തുണ്ടായിരിക്കും, റോഡ് ബ്ലോക്കുകൾ ഈ ജേർണിയിൽ എല്ലാവർക്കും ഉണ്ടാകും. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ പാർട്ടാണെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ എൻ്റെ തന്നെ ബാച്ചിലുണ്ടായിരുന്ന ഒരുപാട് ആളുകളുടെ എക്സാമ്പിൾസ് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്റ്റുഡൻറ്റ് 2 മാസം റിപ്പീറ്റേഴ്സ് ബാച്ചിൽ ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുകയാണ്. പക്ഷേ അവിടെ എന്തുകൊണ്ടോ ആ സ്ഥാപനം ആ ഹോസ്റ്റലും ആ ഫെസിലിറ്റീസും വീട്ടിൽ നിന്ന് മാറി താമസിക്കുന്ന ആ സംഭവം സെറ്റാവുന്നില്ല. തിരിച്ച് വീട്ടിൽ പോയി പിന്നെ വീട്ടിലിരുന്നു കൊണ്ട് ബാക്കി ആ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് സെൽഫ് സ്റ്റഡി ചെയ്തു. അവസാനം മോഡൽ എക്സാം എഴുതാൻ വേണ്ടി മാത്രം ക്യാമ്പസിലേക്ക് തിരിച്ചു വന്നിട്ട് നല്ല റാങ്ക്, എന്നെക്കാൾ ബെറ്റർ റാങ്ക് വാങ്ങിയ ആളുകൾ വരെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവിടെ പഠിച്ചാൽ എന്തായാലും കിട്ടും, അങ്ങനെ ഒരു ഗ്യാരണ്ടി ഒന്നും കോമ്പറ്റേറ്റീവ് എക്സാംസിൽ ഒരിക്കലും ഇല്ല. ഇനി അവിടെ പഠിച്ചില്ലെങ്കിൽ കിട്ടില്ല എന്നോ, അല്ലെങ്കിൽ വീട്ടിലിരുന്നാൽ കിട്ടില്ല, ഓൺലൈൻ ആയാലും കിട്ടില്ല, ഓഫ്ലൈൻ ആയാലേ കിട്ടൂ, ഇങ്ങനത്തെ യാതൊരു ക്രൈറ്റീരിയാസും കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ അൾട്ടിമേറ്റ് റിയാലിറ്റി. അപ്പോൾ ഇതെല്ലാം അവിടുത്തെ ആ ഒരു എക്സ്പീരിയൻസിൽ നിന്ന്, എക്സ്പോഷറിൽ നിന്ന് കിട്ടി. അങ്ങനെ ഫൈനലി എക്സാംസ് വന്നു. IIT JEEയുടെ എക്സാം എഴുതി, AEEE എഴുതി, അതുപോലെ തന്നെ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം എഴുതി, പിന്നെ മേ ബി ബിറ്റ്സാറ്റിൻ്റെ എക്സാം എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒരു 4 എക്സാമാണ് ആകെ എഴുതിയത്. അപ്പോൾ എല്ലാത്തിലും തന്നെ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസിലൊക്കെ സ്റ്റേറ്റിൽ 36ാം റാങ്കും, അതുപോലെ നമ്മുടെ AIEEE ഓൾ ഇന്ത്യ റാങ്ക് അറൗണ്ട് 1000 ആണ്. IIT JEE അഡ്വാൻസ്ഡ് എക്സാമിൽ നിയർലി 5000 ആണ് റാങ്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ മോശമില്ലാത്ത നല്ല റിസൾട്ട് ഉണ്ടാക്കാനും സാധിച്ചു. IIT മദ്രാസ് എന്ന് പറയുന്ന ഡ്രീം കോളേജിലേക്ക് അഡ്മിഷൻ നേടാനും സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ JEEയുടെ ജേണി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ഈ പറഞ്ഞ പോലെ വളരെ ലേറ്റായിട്ട്, ഈവൻ +2 കഴിഞ്ഞിട്ടാണ് ഡിസൈഡ് ചെയ്യുന്നത് IITയിലേക്ക് എത്തണം എന്നുള്ളത്. അണ്ടർസ്റ്റുഡ്. അപ്പോൾ അവിടെ നിന്നാണ് പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള പ്രിപ്പറേഷനും വർക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുവരെ റെഗുലറായിട്ട് സ്കൂൾ പ്ലസ് ഒരു എൻട്രൻസ് കോച്ചിങ് പ്ലസ് ട്യൂഷൻ എന്ന് പറയുന്ന സംഭവം പാരലി കൊണ്ടുപോകുന്നു എന്നല്ലാതെ കൃത്യമായിട്ടുള്ള ഗോളോട് കൂട്ടിയുള്ള ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു 1 ഇയറിലാണ്. അപ്പോൾ ആ ഒരു 1 ഇയറിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട്, അണ്ടർസ്റ്റുഡ്, ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് ഒരു വർഷം ഞാൻ യൂസ് ചെയ്തത് പ്രോബബ്ലി ആ 1 ഇയർ തന്നെ ആയിരിക്കും. അതങ്ങോട്ട് കഴിഞ്ഞാൽ കോളേജിലൊന്നും എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഡിമാൻഡിങ് ആയിട്ടുള്ള വരുന്നില്ല, ചാലഞ്ചസ് വരുന്നില്ല. അവിടെ നമുക്ക് ആവശ്യത്തിന് സമയം, എല്ലാ കാര്യങ്ങൾക്കും സമയം കിട്ടും. അതുകൊണ്ട് തന്നെ ഇത്രയും പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് പിന്നെ ലൈഫിൽ ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല, യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്നും നമ്മൾ ആലോചിക്കുന്ന സമയത്ത് നമ്മുടെ ലൈഫിലെ അല്ലെങ്കിൽ JEE ഒക്കെ ക്ലിയർ ചെയ്തിട്ടുള്ള ഏതൊരാളോട് ചോദിച്ചാലും അവരെന്നും ഓർത്തിരിക്കുന്ന അല്ലെങ്കിൽ അഭിമാനിക്കുന്ന അച്ചീവ്മെൻറ്റ്സിൽ ഒന്ന് ഡെഫിനറ്റ്ലി എന്തായിരിക്കും, JEE പോലുള്ള എക്സാംസ്, ഒരു നാഷണൽ ലെവൽ എക്സാംസ്
ക്ലിയർ ചെയ്തു എന്നുള്ളത് തന്നെയായിരിക്കും. കാരണം ഈ എക്സാം നമ്മളെ പ്രിപ്പയർ ചെയ്യിക്കുന്നത് വെറും ഒരു കോളേജിലേക്കുള്ള അഡ്മിഷൻ എന്നുള്ളത് മാത്രമല്ല, വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ടാസ്ക് നമ്മുടെ മുന്നിലെത്തിയാൽ അതിൽ ഇൻ ബിറ്റ്വീനിൽ ഒരുപാട് സ്ട്രഗിൾസ് വന്നാലും നമ്മൾ ഗിവ് അപ്പ് ചെയ്യാതെ എൻഡ് ഗോൾ എത്തുന്നവരെ നമ്മൾ വർക്ക് ചെയ്യും എന്ന് നമ്മളെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് പ്രൂവ് ചെയ്യുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ആ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി എത്ര വലിയ സ്ട്രഗിൾ ജോലിയിലായാലും ലൈഫിലായാലും ഒക്കെ ഒരു ലോങ് ജേണിക്ക്, ലോങ് സ്ട്രഗിളുള്ള ജേണിക്ക് വേണ്ടി തയ്യാറെടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഇന്നും ധൈര്യമാണ്. ഇപ്പോഴും ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ മനസ്സിലുണ്ടാവുക ആ 1 ഇയറിൽ പ്രിപ്പയർ ചെയ്തിട്ട് ജെഇ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഐഡിയാസും അന്നുണ്ടാക്കിയെടുത്തിട്ടുള്ള ട്രിക്സും ടിപ്സും അതുപോലെ തന്നെ ലോജിക്കൽ എബിലിറ്റി ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ IITയുടെയും NITയുടെയും ഒക്കെ ഒരു ഹൈപ്പ് വരാനും കാരണം ഇത്രയും ഒരു ടഫായിട്ടുള്ള എക്സാം ക്ലിയർ ചെയ്ത് വന്നിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ആണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇപ്പം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആയാലും റിസർച്ച് ഓപ്പർച്യൂണിറ്റീസ് ആയാലും ഒക്കെ പലരും ആദ്യം പ്രിഫർ ചെയ്യുന്നത് IITയിലേക്ക് പോകുക, അവിടുന്ന് ഹയർ ചെയ്യാന്നുള്ളതിൻ്റെ കാരണം ഇതാണ്. ബിക്കോസ് ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിൽ നിന്നും ഒരു ഹ്യൂജ് ചാലഞ്ച് കഴിഞ്ഞ് ഓവർകം ചെയ്ത് വന്നിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് നമ്മൾ വീണ്ടും അതുപോലത്തെ ഒരു ചാലഞ്ച് കൊടുത്താൽ അവർക്കത് ചെയ്യാൻ പറ്റും, അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ടെന്ന് ഒരു തവണ പ്രൂവ് ചെയ്തിട്ടുള്ള സെറ്റ് ഓഫ് സ്റ്റുഡൻസ് ആയിരിക്കും ഇത്തരം ക്യാമ്പസസിൽ പഠിക്കുന്നുണ്ടായിരിക്കാം. ഇതാണ് ബേസിക്കലി ജെഇയുടെ ഒരു ജേണി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് ഇനി ജെഇ എഴുതാൻ പോകുന്ന കുട്ടികളോട് പറയാനുള്ള കാര്യം ഇതാണ്: നിങ്ങളുടെ ഗോൾ കൃത്യമായിട്ട് സെറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ പ്രത്യേകത, എല്ലാവർക്കും കൂടെ IIT മദ്രാസിൽ അഡ്മിഷൻ കിട്ടില്ല, എല്ലാവർക്കും ടോപ്പ് 1000 വരിക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. സോ ഡെഫിനറ്റ്ലി നമ്മളൊരു ആ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ അത് ഏറ്റവും ബെസ്റ്റ് തന്നെ ആയിരിക്കണം, ഏറ്റവും ബെസ്റ്റ് ക്യാമ്പസിൽ എത്തുക എന്നുള്ള ഡ്രീമോട് കൂടിയിട്ട് തന്നെ വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ. അതിൽ നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാകും നമുക്ക് കുറേ സ്ട്രെങ്ത്തുകളുണ്ട്, കുറേ വീക്ക്നെസ്സസ് ഉണ്ട്. അത് മാക്സിമം എന്ത് ചെയ്യണം, നമ്മുടെ അഡ്വാൻറ്റേജിനനുസരിച്ച് നമ്മളത് നമ്മുടെ സ്ട്രാറ്റജി അത് എഡിറ്റ് ചെയ്ത് മുന്നോട്ട് പോകുക തന്നെ വേണം. അണ്ടർസ്റ്റുഡ്? ഇപ്പോൾ എക്സാം വരുന്നുണ്ട്, 300 മാർക്കിൻ്റെ എക്സാമാണ്, 75 ക്വസ്റ്റ്യൻസ് ആണ്. ആ 75 ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ജെഇ മെയിൻ എക്സാം. അതിന് നിയർലി ഒരു 75 or 80 ചാപ്റ്റേഴ്സിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻസ് വരുന്നത്. പലപ്പോഴും കുട്ടികൾ സ്ട്രഗിൾ ചെയ്യും, എനിക്ക് ഈ ചാപ്റ്റർ അറിയില്ല, അല്ലെങ്കിൽ വേറെ ഒരു ചാപ്റ്റർ എനിക്ക് ഒട്ടും അറിയില്ല. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 75 ക്വസ്റ്റ്യൻസിന് 80ഓളം ചാപ്റ്റേഴ്സ് ഉണ്ട്. സോ ഡെഫിനറ്റ്ലി ദർ മേ ബി എ ഫ്യൂ ചാപ്റ്റേഴ്സ്, ക്വസ്റ്റ്യൻസ് വരാത്ത ചാപ്റ്റേഴ്സ് ഉണ്ടാകും. കഴിഞ്ഞ ജെഇ മെയിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ തന്നെ കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാത്ത 3 ജെഇ മെയിൻ ഷിഫ്റ്റാണ് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്. അത്രയും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് നമ്മളെല്ലാവരും പറയുന്നതാണ്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ചാപ്റ്റർ, 2 ചാപ്റ്റർ, 3 ചാപ്റ്റർ അറിയില്ല എന്ന് വിചാരിച്ചിട്ടൊന്നും ജെഇയിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നില്ല, ഫെയിൽ ആവാൻ പോകുന്നില്ല. ബിക്കോസ് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി, A+ കിട്ടിയോ എന്നൊന്നും ആരും നോക്കുന്നില്ല. ആ റാങ്ക് ലിസ്റ്റിൽ നമ്മൾ എവിടെ എത്തുന്നു എന്നുള്ളത് മാത്രമാണ് മാറ്റർ ചെയ്യുന്ന കാര്യം. അതിനുവേണ്ടി എന്താണ് ഏറ്റവും ബെസ്റ്റ്? അപ്പോൾ നിങ്ങളിപ്പോൾ ആലോചിക്കും, ഇനി തുടങ്ങിയാൽ കിട്ടുമോ, ഇനിയുള്ള മാസങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ ആലോചിക്കും. ആകെ അതിൽ ഒറ്റ കാര്യം എപ്പോഴും ആലോചിക്കാം, ഇനി തുടങ്ങിയാൽ നിങ്ങൾക്ക് കിട്ടുമോ ഇല്ലേ എന്നുള്ളത് ഒരാൾക്കും ഗ്യാരണ്ടി ചെയ്ത് പറയാൻ കഴിയില്ല. നിങ്ങളിപ്പോൾ ഒരു ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്തുകൊണ്ടോ ഒരു ടെസ്റ്റ് സീരീസിന് ജോയിൻ ചെയ്തുകൊണ്ടോ ജെഇ ക്ലിയർ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഒരിക്കലും ഗ്യാരണ്ടി ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഇപ്പോഴെങ്കിലും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഈ ഒരു മൊമെൻറ്റിലെങ്കിലും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓരോ ദിവസവും നമ്മുടെ സക്സസിൻ്റെ ചാൻസ് കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അണ്ടർസ്റ്റുഡ്? ആ ഒരു പോയിന്റ് നിങ്ങൾ മനസ്സിൽ വെക്കുക. എന്നാണോ നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്യണം തോന്നുന്നത് അന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. മേ ബി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നോക്കുമ്പോൾ 4 മാസമേ ഉള്ളൂ. ബാക്കിയുള്ള ഒരുപാട് കുട്ടികൾ 2 വർഷം 3 വർഷമായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവരുമായിട്ട് കോമ്പീറ്റ് ചെയ്യുമ്പോൾ ശരിയാണ് നമ്മുടെ ചാൻസസ് കുറവാണ്. പക്ഷേ ഈ ഒരു 5 മാസത്തെ വർക്ക് പ്രോബബ്ലി നമ്മളെ ഹെൽപ്പ് ചെയ്യും, നമ്മളെ ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും. ചിലപ്പോൾ നമ്മളെ ഈ വർഷം തന്നെ ക്ലിയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തേക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് ഒരു 1 ഇയർ ഇതിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വർഷം ഉണ്ടാക്കിയെടുക്കുന്ന ബേസ് തന്നെയാണ് അടുത്ത വർഷത്തേക്ക് നമുക്ക് ഹെൽപ്ഫുൾ ആകുക. ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് ചാൻസിൽ തന്നെ കീമിലൂടെയും അതുപോലെ തന്നെ AIEEE എക്സാമിലൂടെയൊക്കെ NITയിലും CETയിലൊക്കെ ഒരു ബ്രാഞ്ച് കിട്ടാനുള്ള റാങ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ റാങ്കിന് വേണ്ട ഒരു ബേസ് ഉണ്ട്. ആ ബേസിക് നോളജും ആ ബേസ് ഉപയോഗിച്ചിട്ടാണ്, പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഒരു വർഷത്തെ റിപ്പീറ്റിങ്ങിലൂടെ ഈ പറയുന്ന ജെഇ ക്ലിയർ ചെയ്തുകൊണ്ട് IITയിലേക്ക് എത്താൻ സാധിച്ചത്. അതുകൊണ്ട് നിങ്ങൾ +2 പഠിക്കുന്നവരാവട്ടെ, +1 പഠിക്കുന്നവരാവട്ടെ, ലേണിംഗ് എന്ന് പറയുന്നതിന് കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ, ഒരു ടൈം ടേബിൾ, ഒരു പേഴ്സണൽ ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അത് കൃത്യമായിട്ട് തന്നെ ഫോളോ ചെയ്യുക. അതിൽ നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന, നെഗറ്റീവ്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരുപാട് പിയർ ഗ്രൂപ്പ് ഉണ്ടാകും. എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്, വല്ല കാര്യമുണ്ടോ? ആ നേരം കൊണ്ട് നമുക്ക് ചില്ല് ചെയ്യാം, അല്ലേ? വെറും ചില്ലിങ്ങും എൻജോയ്മെൻറ്റും മാത്രമല്ലല്ലോ. അൾട്ടിമേറ്റ്ലി കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ റിയൽ ലൈഫിലേക്ക് ഇറങ്ങും. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ സ്കിൽസ് വേണം, എന്തെങ്കിലുമൊക്കെ നമുക്ക് നല്ലൊരു കരിയറിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അതിന് നല്ല ഒരു പാത്തിലൂടെ തന്നെ പോകണം. അല്ലാതെ വെറും ചില്ലിങ് മാത്രമായി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഈ പറഞ്ഞ രൂപത്തിൽ നല്ല ഓപ്പർച്യൂണിറ്റീസിലേക്ക് എത്താൻ കഴിയില്ല. സോ ഡെഫിനറ്റ്ലി എല്ലാ കാര്യങ്ങളും ലൈഫിൽ വേണമെന്ന് പറയുന്നതിൻ്റെ കൂടെ തന്നെ ഒരു കരിയർ പ്ലാനിങ്ങും ഒരു ഗോൾ സെറ്റ് ചെയ്തുകൊണ്ട് ടാർഗറ്റ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഇത് കേൾക്കുന്ന ഇത്രയും നേരം കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സീരിയസ് ആയിട്ടുള്ള ജെഇ ആസ്പിരൻസ് ആണ്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഡ്രീം സെറ്റ് ചെയ്യുക. ഏത് കോളേജാണ്, അതിലേത് ബ്രാഞ്ചാണ് നിങ്ങളുടെ ഡ്രീം എന്നുള്ളത് സെറ്റ് ചെയ്തിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. അതിനുള്ള വർക്ക് സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോൾ തുടങ്ങുക, ധൈര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. എന്താണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അടുത്ത 5 മാസം അത് ചെയ്യുക.
അത് ചെയ്തുകൊണ്ട് എന്താ റിസൾട്ട് വരുന്നത് നോക്കുക. ആ റിസൾട്ടിൽ നിന്നും ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അടുത്ത വർഷത്തെ പ്ലാനിങ് ഒന്നുകൂടെ ഗംഭീരമായിട്ട് അടുത്ത വർഷം പ്ലാൻ ചെയ്യുക. ഇതാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്. അല്ലാതെ അടുത്ത 5 മാസം ചില്ല് ചെയ്ത് എഗെയിൻ ഞാൻ പറഞ്ഞല്ലോ ചില്ല് ചെയ്ത് എൻജോയ് ചെയ്തിട്ട് പിന്നെ നേരെ റിപ്പീറ്റേഴ്സ് ബാച്ചിൻ്റെ ഒരു ക്ലാസ്സിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ ആയിരിക്കും ചാപ്റ്റേഴ്സ് ഇങ്ങനെ 1 by 1 ആയിട്ട് തീർന്നു പോവുക. 6 മാസം കൊണ്ട് 80 ചാപ്റ്റർ തീരുന്ന പ്രോഗ്രാമാണ് റിപ്പീറ്റേഴ്സ് ബാച്ചൊക്കെ. അപ്പോൾ അത് ജോയിൻ ചെയ്ത ആളുകൾക്ക് അറിയാം എത്രത്തോളം ഫാസ്റ്റ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത് എന്നുള്ളത്. അതുകൊണ്ട് നന്നായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങാം. അപ്പോൾ എൻ്റെ ജേണിയിൽ നിന്നും പ്രധാനമായും മനസ്സിലായ കാര്യങ്ങൾ നമ്മൾ ഈ പ്രോസസ്സ് എൻജോയ് ചെയ്യണം എന്നുള്ളതാണ്. ഈ MCQs സോൾവ് ചെയ്യുമ്പം കിട്ടും കിട്ടാതിരിക്കും, ഇതൊക്കെ ഇതിൻ്റെ പാർട്ടാണെന്ന് മനസ്സിലാക്കുക. എക്സാം എഴുതുമ്പോൾ ചിലപ്പോൾ നല്ല റാങ്ക് വരും, മോശം റാങ്ക് വരും, ചിലപ്പോൾ നമ്മളെക്കാൾ ടോപ്പായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ടാകും. ഇതൊക്കെ സത്യങ്ങളാണ്. നമ്മൾ IIT-യിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് നമ്മളെപ്പോലെ തന്നെ JEE ക്ലിയർ ചെയ്ത് വന്നിട്ടുള്ള 100 കണക്കിന് കുട്ടികളാണ് നമ്മുടെ കൂടെ ഉള്ളത്. അണ്ടർസ്റ്റുഡ്. അപ്പോൾ നമ്മളെപ്പോലെ തന്നെ കേപ്പബിൾ ആയിട്ടുള്ള ഒരുപാട് ആളുകളുടെ കൂടെ പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഭാവിയിൽ നമ്മളെ കാത്തിരിക്കുന്നത്. അപ്പോൾ അതാലോചിച്ച് നമ്മൾ പേടിക്കേണ്ട. നമ്മുടെ ലെവൽ എന്താണോ, നമ്മുടെ ഒരു പൊട്ടൻഷ്യൽ എന്താണോ അതിൻ്റെ മാക്സിമത്തിലേക്ക് എത്താൻ നമ്മുടെ വർക്ക് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് ഫൈനലി പറയാനുള്ളത്. ഇനി ഈ വർഷം JEE എഴുതാൻ പോകുന്ന ഡിയർ ആസ്പിറൻസിനോടാണ് നിങ്ങളുടെ സംശയങ്ങൾ, കൺസേൺസ്, അതുപോലെ തന്നെ എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് താഴെ കമൻ്റായിട്ട് പറയാം. അതുപോലെ തന്നെ ഞാൻ ഒരു വീഡിയോ കൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സബ്ജക്റ്റ് വൈസ് ആയിട്ട് എങ്ങനെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്, അതുപോലെ തന്നെ എങ്ങനെ പഠിക്കണം, എങ്ങനെ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഏതെല്ലാം ടൈപ്പ് JEE റിലേറ്റഡ് ആയിട്ട് 2026ലേക്കും 7ലേക്കും ഏതൊക്കെ ടൈപ്പ് ഓഫ് വീഡിയോസ്, ഏതൊക്കെ ടൈറ്റിൽ വീഡിയോസ് വേണമെന്നുള്ളത് നിങ്ങൾക്ക് കംപ്ലീറ്റ് എന്ത് ചെയ്യാം താഴെ കമൻസിൽ പറയാം. ഞാൻ 1 by 1 ആയിട്ട് എടുത്ത് ചെയ്യാവുന്നതാണ്. അണ്ടർസ്റ്റുഡ്. ആൻഡ് ഇനി 4 മാസത്തേക്ക് അല്ലെങ്കിൽ 5 മാസത്തേക്ക് ബാക്കിയുള്ളൊരു ഗോൾഡൻ അഡ്വൈസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോക്കസ് ഓൺ PYQs. ഇനി വേറെ ഒന്നിനും സമയമില്ല. കംപ്ലീറ്റ്ലി PYQs ഫോക്കസ്ഡ് ആയിട്ട് തന്നെ പഠിക്കുക. അത് മാത്രമേ ഇനി സമയമുള്ളൂ. 5 മാസം കൂടെ 4 മാസം കൂടെ ബാക്കിയുള്ളൂ. ജനുവരിയിൽ എക്സാം വരാൻ പോവുകയാണ്. സോ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഫുൾ ഫോക്കസ് പ്രാക്ടീസ് ചെയ്യുന്നതും PYQs ആക്കുക, മോക്ക് ടെസ്റ്റ് എഴുതുന്നതും മാക്സിമം PYQs ഇൻക്ലൂഡ് ചെയ്യുക. അത് മാത്രം ചെയ്യണമെന്നല്ല, മാക്സിമം അത് ഇൻക്ലൂഡ് ചെയ്യുക. കാരണം ആ ഒരു പാറ്റേണിൽ തന്നെ കഴിഞ്ഞൊരു 6-7 വർഷം നമുക്ക് കവർ ചെയ്യാൻ പറ്റിയാൽ അതിൽ നിന്നൊക്കെ തന്നെ ആണ് ആക്ച്വലി എന്ത് ചെയ്യാൻ പോകുന്നത്, ഇനി വരാൻ പോകുന്ന എക്സാം വരാൻ പോകുന്നത്. ഓക്കെ, ഒരു 10 വർഷമൊക്കെ കവർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ വെരി ഗുഡ്. 10 വർഷത്തെ PYQs മുഴുവൻ കവർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പാണ് JEE-യിൽ നല്ല മാർക്ക് വാങ്ങാൻ പറ്റും. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു ജേണിയിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻസ്പിറേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും അറിയിക്കാം. നന്നായിട്ട് പഠിച്ചു തുടങ്ങാം. എല്ലാവരെയും ലൈവ് പ്രോഗ്രാമിലൂടെയൊക്കെ, നമ്മുടെ ലൈവ് ക്ലാസ്സസിലൂടെയും സെഷൻസിലൂടെയൊക്കെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഇൻട്രാക്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. സോ നമുക്ക് ഉടനെ തന്നെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ്.